ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ബോളിവുഡ് താരം മിഥുൻ ചക്രവർത്തിക്ക് ഒക്ടോബർ 8-ന് നടക്കുന്ന 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ മിഥുൻ ചക്രവർത്തിക്ക് അവാർഡ് സമ്മാനിക്കുമെന്ന് കേന്ദ്ര വാർത്താ വിനിമയ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഹരികൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഹരികൃഷ്ണൻ, മിഥുൻ ചക്രവർത്തി നമുക്കറിയാം ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമായി താരമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് അർഹതപ്പെട്ട അംഗീകാരം ലഭിച്ചിരിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, തീർച്ചയായും അർഹതപ്പെട്ട ഒരു അംഗീകാരം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബോളിവുഡ് സിനിമാ മേഖലയിൽ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 1977 വരുന്നു. അതിനുശേഷം അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഓളം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ മൃണാൾ സെന്നിന്റെ മൃഗേ എന്ന ചിത്രത്തിലൂടെ തന്നെ അദ്ദേഹം നാഷണൽ അവാർഡ് സ്വന്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം കരിയർ തുടക്കം കുറിക്കുന്നത്. തന്നെ ആദ്യത്തെ സിനിമയിൽ തന്നെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നു. അത് വളരെ വിരലിലെണ്ണാവുന്ന ചില നടന്മാർക്ക് മാത്രം ലഭിക്കുന്നതാണ്. അതിനുശേഷം അദ്ദേഹം ബംഗാളി ചിത്രത്തിലൂടെ 1978 വരുന്നു. പിന്നീട് ബോളിവുഡ് സാക്ഷ്യം വഹിച്ചത് മിഥുൻ ചക്രവർത്തിയുടെ തന്നെ ഒരു മേളമായിരുന്നു. കാരണം 1979, 80, 81 കാലഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ ഒട്ടാകെ തന്നെ വലിയ ജനപ്രീതി നേടുകയും അദ്ദേഹത്തിന് സിനിമകൾ വാരിക്കൂരി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് ബോക്സ് ഓഫീസുകളിലൊക്കെ അദ്ദേഹത്തിന്റെ സിനിമകൾ വലിയ രീതിയിൽ കളക്ഷൻ നേടി. 82-ൽ ഡിസ്കോ ഡാൻസർ എന്ന ചിത്രം ഇപ്പോഴും ബോളിവുഡ് ഇന്ത്യൻ സിനിമയെ തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മൈൽ സ്റ്റോൺ ആയി നിൽക്കുന്ന ഒരു ചിത്രമാണ്. അദ്ദേഹത്തിന്റെ ആ ചിത്രം തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായി തന്നെ $1 ബില്യൺ ഒരു ബിസിനസ് തന്നെ നടക്കുന്ന ഒരു ചിത്രമായി തന്നെ മാറുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ തന്നെ ഒരു വലിയ വിജയത്തിലേക്ക് ഇന്ത്യൻ സിനിമയെ തന്നെ ഒരു മുഖമാക്കി ബോളിവുഡ് സിനിമയെ മാറ്റാൻ മിഥുൻ ചക്രവർത്തിക്ക് സാധിക്കുകയും ചെയ്തു. എന്തായാലും മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. എക്സിലൂടെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹം ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേളയിൽ ഈ അവാർഡ് സമ്മാനിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വർഷം തന്നെ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡും കൂടി ഇത്തവണ മിഥുൻ ചക്രവർത്തിക്ക് ലഭിക്കുന്നത്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേളയിൽ ഈ അവാർഡ് അദ്ദേഹത്തിന് സമ്മാനിക്കും. അദ്ദേഹത്തിന്റെ അവസാന ചിത്രം കാബൂളിവാല എന്ന ചിത്രമായിരുന്നു. കഴിഞ്ഞ കൊല്ലമാണത് റിലീസ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിലൊട്ടാകെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ടത് അദ്ദേഹത്തിന്റെ സിനിമാ കരിയർ ആരെയും ഞെട്ടിപ്പിക്കുന്നതും ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുമുള്ള സിനിമാ ജീവിതം, പ്രത്യേകിച്ച് നായകനായി തന്നെ അദ്ദേഹം തുടർന്നിരുന്നൊരു വേളയിൽ എല്ലാ അർത്ഥത്തിലും മറ്റുള്ള താരരാജാക്കന്മാരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് അദ്ദേഹം നടത്തിയ മുന്നേറ്റങ്ങൾ, അദ്ദേഹം നായകനായി മാത്രമല്ല സഹനടനായും കൂടി അദ്ദേഹം വേഷമിട്ടു. 3 നാഷണൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. അതിൽ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തന്റെ ആദ്യത്തെ ചിത്രത്തിലും അതിനുശേഷം 1993-ൽ മികച്ച നടനായും 1996-ൽ മികച്ച സഹനടനായുമുള്ള ദേശീയ പുരസ്കാരം, അങ്ങനെ 3 വട്ടം അദ്ദേഹത്തിന് നേടി. അതിനുശേഷമുള്ള ഫിലിം ഫെയർ അവാർഡ്സുകളൊക്കെ തന്നെ അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഷിഫ്റ്റ് തന്നെ മാറുകയായിരുന്നു. സിനിമാ മേഖലയിൽ നിന്നുമൊക്കെ തന്നെ അദ്ദേഹം ഒരു നായക പദവിയിൽ നിന്നും മാറുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. ചില സിനിമകൾ അദ്ദേഹത്തിന് പരാജയമാവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ആദ്യം കൊണ്ടുവന്ന ഒരു കൊടുങ്കാറ്റായി തന്നെ അത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലൊട്ടാകെ തന്നെ മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അർഹിച്ച ഒരു അംഗീകാരം തന്നെയാണ് മിഥുൻ ചക്രവർത്തിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 8-ാം തീയതി 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേളയിൽ അദ്ദേഹത്തിന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കുമെന്ന് അറിയിച്ചു. ഹരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പരമോന്നത പുരസ്കാരം കൂടിയാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്. അത് മിഥുൻ ചക്രവർത്തിക്ക് സമ്മാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.